കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് പഠിച്ചത്. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അത് ചാർട്ട് എന്താണെന്നുള്ളതും അതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എൻട്രി ചെയ്യണതും എക്സിറ്റ് ചെയ്യണതും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ഇനി അടുത്ത ടെക്നിക്ക്, അതായത് അടുത്ത മെത്തേഡ് ടു ബൈ സ്റ്റോക്സ്, അതായത് അടുത്ത ടെക്നിക്ക് എൻട്രി ലെവൽ ഒരു സ്റ്റോക്കിന്റെ എൻട്രി കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് ടെക്നിക്കാണ് ട്രെൻഡ് ലൈൻസ്. ആ ട്രെൻഡ് ലൈൻസ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് ക്ലിയർ ആണ്. ടു ഐഡന്റിഫൈ ദ ട്രെൻഡ് ആസ് വെൽ ആസ് കൺഫേം ദ ട്രെൻഡ്. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും അധികം യൂസ് ചെയ്യണ ഒരു വൺ ഓഫ് ദ ടൂളാണ് ട്രെൻഡ് ലൈൻ. ഇപ്പൊ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അതിന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ എ ലൈൻ കണക്ടിങ് ടു ലോസ് ഓർ ലൈൻ കണക്ടിങ് ടു ഹൈസ്. ഹൈസ് പീക്സ് അല്ലെങ്കിൽ ടു ടോപ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈൻസ് കണക്ടിങ് ടു ലോസ് ഓർ ട്രഫ്സ് ഓർ ബോട്ടം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണ് ഹൈ ആൻഡ് ബോട്ടം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. കേട്ടോ, ഇത് M&Mന്റെ ഒരു ചാർട്ടാണ്. ഇവിടെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആണ്, ഇവിടെ ടൈം ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈ ആണ് 589. അതിനുശേഷം അത് കറക്റ്റ് ചെയ്തു. അപ്പൊ ഇതിന് നമ്മൾ ഒരു ഫസ്റ്റ് ഹൈ നമ്മൾ വെറുതെ ഒരു പേര് കൊടുത്തു, H1. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്മോൾ കറക്ഷൻ, ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ബൗൺസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇതിന് ഇവിടെ വെച്ചിട്ടാണ് കുറച്ചുകൂടി കൂടുതൽ ബൗൺസ് ഉണ്ടായത്. അപ്പൊ ഇതിന് നമ്മൾക്ക് ഈ ഹൈക്ക് ശേഷം ഉള്ള ഒരു ലോവസ്റ്റ് പോയിന്റ്, അതായത് ലോവസ്റ്റ് പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെ സപ്പോർട്ട്. H1 ഹൈ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണെങ്കിൽ ലോ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് എൻട്രി ലെവൽ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സിറ്റ് ലെവൽ. അപ്പൊ ഇവിടെ കണ്ടു, ഇവിടെ ജസ്റ്റ് ഒരു ബൗൺസ് ആയി. അപ്പൊ ഇതിന് നമ്മൾ ലോ 1 എന്ന് പേരിട്ടു, അതായത് H1 L1. പിന്നെ ജസ്റ്റ് വീണ്ടും ജസ്റ്റ് ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും താഴത്തോട്ട് പോയതിനു ശേഷം കണ്ടിന്യൂസ് ഡൗൺ ആയിട്ട് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ചെറിയൊരു ബൗൺസ് കിട്ടി. അപ്പൊ ഇവിടെ നോക്കി, ലോവർ ഹൈസ് ആണ്. H1 H2 എടുക്കുകയാണെങ്കിൽ H2 ഈസ് ലോവർ ദാൻ H1. അതായത് H2 എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? 482. H1 എന്ന് പറയുന്ന പോയിന്റ് പ്രൈസിൽ നോക്കുമ്പോൾ 589. അപ്പൊ H2 ഈസ് ലോവർ ദാൻ H1. അതുപോലെ തന്നെ ഈ ലോ എടുത്ത് ഫസ്റ്റ് ലോ 444, സെക്കൻഡ് ലോ 445. അപ്പോ ഈ സെക്കൻഡ് ലോ 3 അല്ലെങ്കിൽ ഈസ് ലോവർ ദാൻ, ജസ്റ്റ് ഞാൻ അതിനൊരു നെയിം കൊടുത്തു, ലോ 3 ഈസ് ലോവർ ദാൻ ദിസ് ലോ. ഇവിടെ നോക്കിയാൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ഉണ്ടാവും. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഇതിന് നമ്മൾ ഹൈസിന് പറയുന്ന വേറെ പേരാണ് പീക്സ്, അല്ലെങ്കിൽ ടോപ്സ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൗൺസിന് ശേഷം വീണ്ടും ചെറിയൊരു കറക്ഷൻ. നമ്മൾ അടുത്ത ലോയ്ക്ക് പേര് കൊടുത്തു, ലോ 265 ആണ്. ഇതിന് ശേഷം വീണ്ടും ഹൈ പോയി 391 വരെ ഇത് അപ്സൈഡ് പോയതിനു ശേഷം വീണ്ടും കറക്ഷൻ 320. ഈ പോയിന്റ് ഇതിന്റെ മൗസ് മൂവ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഓരോ പീക്കിനും ഞാൻ വെറുതെ നെയിം കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഈ സെറ്റിൽ എങ്ങനെയായിരിക്കും? H6 is higher than H5, H5 is higher than H4. അതുപോലെ തന്നെ ലോ 6 is higher than ലോ 5 and ലോ 5 is higher than ലോ 4. ഇവിടെ ഹയർ ലോസ് ആൻഡ് ഹയർ ഹൈസ്. നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ 2 ഹൈ ഇവിടെ കണ്ട, ഈ 2 ഹൈയും കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കും. എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ഡൗൺ വരും. അല്ലെങ്കിൽ 2 ലോ കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. ഇവിടെ ഡൗൺ ട്രെൻഡ് ഇത്, ഈ ഡൗൺ ട്രെൻഡിൽ എക്സ്റ്റെൻഡ് ഡൗൺ വരും. അപ് ട്രെൻഡിലാണെങ്കിൽ കണക്ടിങ് ടു ഹയർ ലോസ്, അപ് ട്രെൻഡ് കണക്ടിങ് ഹയർ ലോസ്, എന്നിട്ട് എക്സ്റ്റെൻഡ് അപ്വേർഡ്. പിന്നെ ഹയർ ഹൈസ്,
connecting line, draw line connecting to higher highs and extend it upward to get resistance line. ഇവിടെ കണ്ടോ, ഇതിങ്ങനെ അപ്സൈഡ് കണക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ഇറ്റ് അപ്വേർഡ് ആകുമ്പോൾ ഓരോ തവണയും അതിൽ ടച്ച് ചെയ്യുക ചെയ്യും. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിനുണ്ട, ഇതിന്റെ പേരാണ് അപ് ട്രെൻഡ് ലൈൻ. അപ് ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ കണക്ടിങ് ഹയർ ലോസ് ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ് അപ്വേർഡ്. കണ്ടോ, ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇതിനെയാണ് സപ്പോർട്ട് പോയിന്റ് തോന്നുന്നത്. ഇവിടെയും പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇവിടെയും ബൈ പോയിന്റ്. ഡൗൺ ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ കണക്ടിങ് ലോവർ ഹൈസ് ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ് ഡൗൺവേർഡ്. 4 ട്രെൻഡ് ലൈൻസ് ആണുള്ളത്. ഒന്ന് കണക്ടിങ് ഹയർ ലോസ് ആൻഡ് കണക്ടിങ് ഹയർ ഹൈസ്, അതുപോലെ തന്നെ കണക്ടിങ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. പക്ഷെ മിക്കപ്പോഴും കണക്ടിങ് ഹയർ ഹൈസിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ കണക്ടിങ് ലോവർ ലോസിലും സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ മെയിൻ ട്രെൻഡ് ലൈൻ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇന്ന അപ് ട്രെൻഡില് കണക്ടിങ് ഹയർ ലോസും ഇന്ന ഡൗൺ ട്രെൻഡില് കണക്ടിങ് ലോവർ ഹൈസ്. ഹയർ ലോസ്, ലോവർ ഹൈസ്. ഇത് നമുക്ക് ഒന്നും കൂടി റിയൽ എക്സാമ്പിളിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഡൗൺ ട്രെൻഡിന്റെയും അപ് ട്രെൻഡിന്റെയും ഒക്കെ ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ജാപ്പനീസ് കാൻഡിസ്റ്റിക്കിന്റെ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ട ഹയർ ഹൈസ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ബുൾ ട്രെൻഡ്, കണക്ടിങ് ലോവർ ഹൈസ് ലോവർ ലോസ്, ബെയർ ട്രെൻഡ്. പിന്നെ സൈഡ് വൈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ്. നമ്മളൊരു അപ് ട്രെൻഡ് നോക്കി, ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. അപ്പൊ നമ്മളൊരു അപ് ട്രെൻഡിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ എനി 2 ഹയർ ലോസ് എടുക്കാം. എന്നിട്ട് ആ ഹയർ ലോസ് ആ 2 പോയിന്റ് വെച്ചിട്ട് ലൈൻ വരച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ഇറ്റ് അപ്വേർഡ് ടു ഗെറ്റ് ഫ്യൂച്ചർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആക്ട് സപ്പോർട്ട് ലൈൻ ഇൻ ആൻ അപ് ട്രെൻഡ്. ഇപ്പൊ ഇവിടെ നമ്മൾ അപ് ട്രെൻഡിലത്തെ സ്ട്രാറ്റജി എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ഓൺ ഡിപ്പ്. കാരണം അപ് ട്രെൻഡിൽ നമ്മൾ ജസ്റ്റ് ഒരു കറക്ഷൻ വരുമ്പോഴേക്കും ആളുകൾ ബൈ ചെയ്യും, അവിടെ ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഹയർ ഹൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മളത് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ് ട്രെൻഡ് സ്ട്രാറ്റജി ഈസ് ബൈ ഓൺ ഡിപ്പ്. ഇവിടെ നമ്മൾ മിക്കവാറും കേസിൽ ഇങ്ങനത്തെ കേസിൽ ഇവിടെ വെച്ചിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ദിസ് ലൈൻ ആക്ട് ആസ് സപ്പോർട്ട് ലൈൻ. സപ്പോർട്ട് ലൈൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ടച്ച് ചെയ്യണ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമുക്ക് ബൗൺസ് കിട്ടും. ബൗൺസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പുൾ ബാക്ക്, അതിനെയാണ് ബൈങ് പോയിന്റ് എന്ന് പറയാം. ഒരു ബോൾ ഫ്ലോറിലേക്ക് എറിയുമ്പോൾ ബൗൺസ് ചെയ്യും. അപ്പൊ അതാണ് അപ് ട്രെൻഡ്. നമുക്ക് നോക്കാം, ഒരു റിയൽ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നും കൂടി നോക്കാം നമുക്ക് ഇതെങ്ങനെ വരയ്ക്കണം. ഇത് കണ്ടോ, ഇവിടെ 2 ലോ കിട്ടി. ഈ 2 ലോ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്തു, ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു. അത് ഇതില് ഒരു ട്രെൻഡ് ലൈൻ ഡ്രോയിങ് ഈസ് ആൻ ആർട്ട് നോട്ട് സയൻസ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഡ്രോ ചെയ്യാം. ചില സമയത്ത് ടെയിൽ എടുക്കാം, ചില സമയത്ത് ടെയിൽ എടുക്കണ്ട. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നല്ലത് ഒരു ലൈൻ കിട്ടണ പോലെ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വരയ്ക്കണം. അത് നമ്മൾക്ക് ഒരു ത്രൂ പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അടുത്ത ലൈനിൽ എന്താ സംഭവിച്ചു എന്ന് വെച്ചാല് ഇവിടെ കണ്ടോ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഇത് ഇവിടെയാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് ഇത് പുൾ ബാക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ ബൗൺസ് ചെയ്തില്ല. അതിനർത്ഥം ആ ട്രെൻഡ് ലൈൻ വാലിഡ് അല്ല. അപ്പൊ ട്രെൻഡ് ലൈനിന്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ 2 ലോ 1 ലോ 2 വെച്ചിട്ട് ഡ്രോ ചെയ്ത ട്രെൻഡ് ലൈനിൽ ആ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ അവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാവണം. അത് എന്നാൽ മാത്രമേ അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത ട്രെൻഡ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ കേസിൽ ട്രെൻഡ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഈ ലൈൻ റീഡ്രോ ചെയ്യണം. കണ്ടോ,
ഇവിടെ നമ്മൾക്കിപ്പോ ലോ 1 കിട്ടി, ലോ 2 കിട്ടി, പക്ഷെ ഇത് പോയിന്റ് കിട്ടിയില്ല. അപ്പൊ ലോ 2 വീണ്ടും ചെറിയ ഒരു പോയിന്റിൽ ബൗൺസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ലോ 1 ആൻഡ് ലോ 3 വെച്ചിട്ട് ഡ്രോ ചെയ്യാം, റീഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ലോ 2 ആൻഡ് ലോ 3 വെച്ചിട്ട് റീഡ്രോ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും ഡ്രോ ചെയ്തത് ലോ 1ഉം ലോ 3യും വെച്ചിട്ടാണ് റീഡ്രോ ചെയ്ത് രണ്ടാമത് വരച്ചു. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കി, ഇവിടെ കണ്ടോ, റീഡ്രോ ചെയ്തു അത്. എന്നിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ഇറ്റ് അപ്വേർഡ് കണ്ടോ. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ലോ 4ലാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അത് അപ്പ് സൈഡ് പോയി. അപ്പൊ ഈ ട്രെൻഡ് ലൈൻ ഈസ് നൗ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ഈ ട്രെൻഡ് ലൈൻ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ട്രെൻഡ് ലൈനിന്റെ ഈച്ച് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബൈങ് പോയിന്റ് ആണ്, എൻട്രി പോയിന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിന്റെ തന്നെ ഫ്യൂച്ചറിലുള്ള ഇപ്പൊ നമ്മൾ ഡ്രോ ചെയ്തത് ഇപ്പൊ ഒരു ജനുവരിയിലാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ചിലപ്പോ ഈ ഒരു ഇയർ ഒക്കെ നിൽക്കും, അല്ലെങ്കിൽ ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, മാർച്ചിൽ. അപ്പൊ എപ്പോഴൊക്കെ ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യണം അപ്പോഴൊക്കെ നമുക്ക് ബൈ ചെയ്യാം. ഫ്യൂച്ചറിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. കണ്ടോ, അപ്പൊ ഈ ആ ട്രെൻഡ് ലൈൻ ആണ് ഞാൻ ഡ്രോ ചെയ്ത ട്രെൻഡ് ലൈൻ ആണത്. ലോ 4 ഒരു സപ്പോർട്ട് കിട്ടി, ലോ 4 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആക്ട് സപ്പോർട്ട്, ലോ 5 സപ്പോർട്ട് കിട്ടി. അപ്പൊ ഈ ലൈൻ ഞാനൊരു ഇവിടെ കണ്ട 8 ഓഗസ്റ്റ് മുതൽ എത്ര നാൾ വരെ പോയി നോക്കിയത്, എത്ര നാളിന്റെ നെക്സ്റ്റ് ഏപ്രിൽ വരെ പോയി. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് ഓരോ തവണ ടച്ച് ഇങ്ങനെ ട്രെൻഡ് ലൈൻ അത് ത്രൂ പ്രാക്ടീസ് നമുക്ക് കിട്ടും. ഡ്രോ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൊണ്ട് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ഡ്രോ ചെയ്യാൻ. ഇത് കഴിഞ്ഞത് ഇവിടെ കണ്ട ഈ പോയിന്റിൽ ഇപ്പൊ ഓഗസ്റ്റ് തുടങ്ങിയുള്ള ട്രെൻഡ് ലൈൻ ഇവിടെ ഈ ഏപ്രിലിൽ ഇവിടെ വന്നപ്പോ ജസ്റ്റ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ ഇവിടെ എന്തായിരുന്നു ട്രെൻഡ്, ഇവിടെ അപ് ട്രെൻഡ് ആയിരുന്നു. ഈ അപ് ട്രെൻഡ് നൗ ചേഞ്ചസ് ടു ഡൗൺ ട്രെൻഡ് ആയി. കാരണം എന്താ, ഈ ട്രെൻഡ് ലൈൻ ഇപ്പൊ ബ്രേക്ക് ഡൗൺ ചെയ്തു. എക്കണോമിക് ടൈംസില് ഏത് ചാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മാർക്കറ്റ് ദെൻ ടെക്നിക്കൽ ചാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഹയർ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അപ്പൊ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂളാണ് ഈ ടൂള്. ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുക. അപ്പോ ഇത് മാർച്ച് മിഡിലുള്ള ചാർട്ടാണ്. മിഡിൽ ഈ ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ മാർച്ചിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ ട്രെൻഡ് ലൈൻ ഇത് 3rd ടൈം എസ്റ്റാബ്ലിഷ് ചെയ്തു, പക്ഷെ 4th ടൈം ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇതൊരു ഫുൾ ബാക്ക് ആയി. അപ്പൊ ഇതുപോലെ തന്നെ വേറെ ട്രെൻഡ് ലൈൻ ഇവിടെ ലോവർ ഹൈസ് ഉണ്ടോ, ഇവിടെ 2 ലോവർ ഹൈസ്. ഇത് നമുക്ക് വരച്ചിട്ട് എക്സ്റ്റെൻഡ് ഡൗൺ. അപ്പൊ ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളത് നമുക്ക് നിങ്ങൾ വാച്ച് ചെയ്യാം. ബ്രേക്കപ്പ് ആവോ, ഇത് വാലിഡ് ആവോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് റിലയൻസിന്റെ ചാർട്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്മേ ക്ലിക്ക് ചെയ്യുക. വേണ്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും. അപ്പൊ ഇവിടെ ഇതാണ് ഡിലീറ്റ് ബട്ടൺ, റിമൂവ്. ഇവിടെയും നമുക്ക് ഏത് 2 ഹൈസോ 2 ലോസോ എന്ന് വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ടൂൾ എടുത്തു, ഇവിടെ വെച്ചിട്ട് ഇത് രണ്ടെണ്ണം ഈ 2 ഹയർ ലോസ് വെച്ചിട്ട് നമ്മൾക്ക് വെച്ച് വരയ്ക്കാം. ഇത് എക്സ്റ്റെൻഡ് അപ്പ്. ഈ ട്രെൻഡ് ലൈനിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഈക്വൽ സ്പേസിംഗ് ആണെന്ന് പറഞ്ഞാലും ഒന്നും എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. എന്തായാലും ഈ ട്രെൻഡ് ലൈൻ 3rd ടൈം ടച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക്. ഇവിടെ വേറെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. കണ്ടോ, 2 ഹയർ ഹൈസ് എക്സ്റ്റെൻഡ് അപ്പ്.
ഇനി ഇവിടെ വരയ്ക്കാം ട്രെൻഡ് ലൈൻ ആരോ റേ ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ വേണം, ഫ്രണ്ട് ലൈൻ, എക്സ്റ്റെൻഡഡ് ലൈൻ വേണം, ഇങ്ങനത്തെ ലൈൻ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ വരയ്ക്കാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. പോട്ടെ, ഈ ട്രെൻഡ് ലൈൻ 1 2 3 4 ഇപ്പോഴും അത് വാലിഡ് ആണ്. ഇവിടെ വെച്ചിട്ട് ടച്ച് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ട്രെൻഡ് ലൈൻ ഡ്രോയിങ് ഈസ് എൻ ആർട്ട് നോട്ട് സയൻസ് നമ്മുടെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഏത് സ്റ്റോക്ക് എടുത്താലും ഇൻഡെക്സ് എടുത്താലും അല്ലെങ്കിൽ ഇപ്പൊ കറൻസി കമ്മോഡിറ്റി എല്ലാത്തിന്റെയും ട്രെൻഡ് ലൈൻ നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇമ്പാക്ട് ഉണ്ടോ. അപ്പൊ ഈ ട്രെൻഡ് ലൈനിൽ ഇവിടെ വെച്ച് ടച്ച് ചെയ്തപ്പോ വീണ്ടും അപ്പ് സൈഡ് പോയി, ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് വെച്ചിട്ട് ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അത് ഫ്യൂച്ചറിൽ നമുക്ക് യൂസ്ഫുൾ ആണ്.